എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ഉറുദു ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു മിസ് ഉറുദു. ഇന്ന് നമുക്ക് ഉറുദു അക്ഷരമാലകൾ ഉപയോഗിച്ച് ഉറുദു വാക്കുകൾ എഴുതാനും വായിക്കാനും പഠിക്കാം. ഉറുദു അൽഫാസ് പഠന ഔർ ലിഖ്ന സീഖേ. ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു ഡിയേഴ്സ്. സാധാരണ നമുക്കറിയാവുന്ന ഭാഷകളായ ഇംഗ്ലീഷ്, മലയാളം എന്നിവയിലൊക്കെ വാക്കുകൾ എഴുതുമ്പോൾ ഒരക്ഷരത്തിന് ശേഷം മറ്റൊരക്ഷരം എന്ന നിലയിലാണ് നമ്മൾ എഴുതാറ്. ഉദാഹരണത്തിന് മലയാളം എന്ന വാക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇങ്ങനെയും മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയുമാണ് എഴുതാറ്. അത് ഉറുദുവിൽ അതിൻ്റെ ഓരോ അക്ഷരം വെച്ച് എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്നാൽ അത് തെറ്റാണ്. ഉറുദു എഴുതുമ്പോൾ ഒരക്ഷരം മറ്റൊരക്ഷരത്തിനോട് ജോയിൻ ചെയ്ത് യോജിപ്പിച്ച് കമ്പൈനായിട്ട് എഴുതണം. ഉറുദു വാക്കുകൾ പഠിക്കുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സബർ, സേർ, പേഷ്. ആ, ഈ, ഉ എന്ന സൗണ്ടുകൾ കൊടുക്കുന്ന ഹർക്കാത്തുകൾ. അതെന്താന്ന് വെച്ചാൽ അലിഫിൻ്റെ മുകളിലായിട്ട് സബർ ഇട്ടാൽ ആ എന്നും, അലിഫിൻ്റെ താഴെയായിട്ട് സേർ ഇട്ടാൽ ഈ എന്നും, അലിഫിൻ്റെ മുകളിലായിട്ട് പേഷ് ഇട്ടാൽ ഉ എന്നും ഉച്ചരിക്കുന്നതിനെയാണ് ഹർക്കാത്തുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാ അക്ഷരങ്ങൾക്കും ബാധകമാണ്. പക്ഷെ സാധാരണ അത് എഴുതുമ്പോൾ അത് ഉപയോഗിക്കാറില്ല. വായിക്കുമ്പോഴും അങ്ങനെ ആ ഹർക്കാത്തുകൾ ഉപയോഗിച്ചിട്ടാണ് വായിക്കുക. ഇതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഇന്ന് നമുക്ക് ഇന്നത്തെ ഭാഗമായ ഓരോ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് വാക്കുകൾ എങ്ങനെ എഴുതാം, എങ്ങനെ വായിക്കാം എന്ന് നോക്കാം. ആദ്യത്തെ അക്ഷരമായ അലിഫ്. അനാർ, അനാർ. അക്ഷരങ്ങൾ അലിഫ്, നൂന്, അലിഫ്, റേ. അപ്പോൾ നമ്മൾ ഉറുദുവിൽ എഴുതുമ്പോൾ ഇതുപോലെയാണ് എഴുതുക. അനാർ. എഴുതുന്ന രീതികളെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അടുത്ത വാക്കാണ് അങ്കൂർ. അങ്കൂർ, ഗ്രേപ്പ്, മുന്തിരി. അലിഫ്, നൂന്, ഗാഫ്, വാവ്, റേ. അങ്കൂർ, മുന്തിരി, ഗ്രേപ്പ്, അങ്കൂർ. അടുത്തത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിഫ് ദീർഘിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അലിഫ് മദ്. ആ, ആ. അതിൻ്റെ ആദ്യത്തെ വാക്കാണ് ആം. ആം, മാങ്ങ അഥവാ മാംഗോ. അലിഫ് മദ് മീം, രണ്ടക്ഷരം മതി. ഈ രണ്ടക്ഷരങ്ങൾ ജോയിൻ ആവില്ല. അത് അതുപോലെ തന്നെ എഴുതുക. ആം. അതിന് ഓരോന്നിനും ഓരോ റൂളുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. അടുത്തൊരു വാക്കാണ് ആ വരുന്ന അടുത്ത വാക്ക് ആദ്മി. ആദ്മി അതായത് മാൻ, പുരുഷൻ. അലിഫ് മദ് ദാല് മീം ചോട്ടി യേ. അത് ജോയിൻ ചെയ്ത് എഴുതുമ്പോൾ ഇതുപോലെയാണ് എഴുതുക. മീമിൻ്റെ കൂടെ ചോട്ടി യേ ജോയിൻ ആയിട്ട് എഴുതണം. ആദ്മി, ആദ്മി. ഹുറൂഫെ തഹജിയിലെ അടുത്ത വാക്കാണ്, അടുത്ത അക്ഷരമാണ് ബേ. ബേ. ബേല് വരുന്ന വാക്ക് ബക്കരി, ഗോട്ട്, ആട്. ബേ, കാഫ്, റേ, ചോട്ടി യേ. ബക്കരി, ബക്കരി. അത് ഇതുപോലെ എഴുതും. ബക്കരി, ബക്കരി. അടുത്ത ബേല് വരുന്ന വാക്കാണ് ബില്ലി. ബില്ലി, പൂച്ച, കാറ്റ്. ബേ, ലാം, യേ, ചോട്ടി യേ. ബില്ലി, ബില്ലി. അടുത്ത അക്ഷരം ഹുറൂഫെ തഹജിയിലെ അലിഫ് ബേ, പേ. പേ, പേ. പേലെ ആദ്യത്തെ വാക്കായ ഫൂൽ. ഫൂൽ, ഫ്ലവർ. പേ, ദോ ചഷ്മെ ഹേ, വാവ്, ലാം. ഫൂൽ, ഫൂൽ, ഫൂൽ. അടുത്ത ഭേല് വരുന്ന വാക്കാണ് പതംഗ്. പതംഗ്, കൈറ്റ്, പട്ടം. പേ, തേ, നൂൻ, ഗാഫ്. പതംഗ്, പതംഗ്.
അടുത്ത ഹുറുഫെ തഹജയിലെ ഹറഫാണ് തേ. തേ. തിത്തലി. തിത്തലി ബട്ടർഫ്ലൈ ചിത്രശലഭം. തേ തേ ലാം ചോട്ടി യേ. തിത്തലി. തിത്തലി. അടുത്ത വാക്ക് തക്കിയ. തക്കിയ നമ്മുടെ പില്ലോ, തലയണ, പില്ലോ. തേ കാഫ് ചോട്ടി യേ ഗോൾ ഹെ. തക്കിയ. തക്കിയ. അടുത്ത ഹറഫാണ് ഠേ. ഠേ. വാക്ക് ടമാട്ടർ. ടമാട്ടർ തക്കാളി. ടേ മീം അലിഫ് ടേ റേ. ടമാട്ടർ. ടമാട്ടർ. അടുത്ത വാക്ക് ഠേല് ടോപ്പി. ടോപ്പി ക്യാപ്പ്. ടേ വാവ് പേ ചോട്ടിയെ. ടോപ്പി. ടോപ്പി ക്യാപ്പ്. ഹുറൂഫെ തഹജയിലെ അടുത്ത ഹറഫ് സേ. സേ. വാക്ക് സമർ. സമർ ഫ്രൂട്ട്സ്. സേ മീം റേ. സമർ. സമർ ഫ്രൂട്ട്സ് പഴങ്ങൾ. അടുത്ത വാക്ക് മുസല്ലസ്. മുസല്ലസ് ട്രയാങ്കിൾ ത്രികോണം. മീം സേ ലാം സേ. മുസല്ലസ്. ഇനി നമുക്ക് ഇത്രയും ഭാഗങ്ങൾ നോക്കാം. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ചെയ്യാം. അടുത്ത അക്ഷരങ്ങൾ നമുക്ക് ഇതുവരെ പഠിച്ച ഭാഗം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അനാർ. അനാർ. അങ്കൂർ. അങ്കൂർ. ആം. ആം. ആദ്മി. ബക്കരി. ബക്കരി. बिल्ली. बिल्ली. फूल. फूल. पतंग. पतंग. तितली. तितली. तकिया. तकिया. टमाटर. टमाटर. टोपी. टोपी. समर. समर. മുസല്ലസ്. മുസല്ലസ്. ഇതുവരെ ഉള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഖുദാ ഹാഫിസ്.